സ്വയംവരം സ്വയംവരം. ഇവരുടെ ഒരു കല്യാണത്തിന് ശരിക്കും ഒത്തിരി ഫേസ്റ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കാണാത്ത ഒരുപാട് ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഏറ്റവും ആദ്യം തന്നെ എൻഗേജ്മെൻറ്റ്, അതായത് ബിട്രോത്തൽ ഫംഗ്ഷൻ. നിങ്ങളുടെയും എല്ലാവരുടെയും കൂടെ ഒറ്റ ഒരു ഫംഗ്ഷൻ ആയിട്ടായിരുന്നു അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, അച്ചാര കല്യാണത്തിന് വന്നപ്പോൾ തന്നെ എന്നോട് പറയുണ്ടായി, ഞങ്ങളുടെ 4 അന്ന് ഡിംപിളിന് ചെറുക്കൻ ഉറപ്പിച്ചിട്ടില്ല, അന്വേഷിക്കുന്നേ ഉള്ളൂ. പക്ഷെ അന്നും ഡോണിന്റെ പേരൻസ് ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ 4 മക്കളുടെയും കൂടെ ബിട്രോത്തിൽ ഒരുമിച്ച് ഉണ്ടാവുള്ളൂ എന്ന്. എന്തുകൊണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഡിസിഷൻ നേരത്തെ തന്നെ, അതായത് ഡിംപിളിന് ചെറുക്കൻ ആലോചിക്കുന്നതിന് മുമ്പേ തന്നെ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട്? അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും, ഞാനും ചേട്ടൻ എന്ന് പറഞ്ഞാല് എല്ലാ ബ്രദേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെയും ഇങ്ങനെ തന്നെയാണോന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അത്രയും ക്ലോസ് ആണ്, അങ്ങനെയാണ്. ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും, എന്റെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ ചെയ്യും. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്റെയും ചേട്ടന്റെയും. അപ്പൊ ഇങ്ങനെ കുഞ്ഞിലേ മുതല് ഞങ്ങൾ പറയുമായിരുന്നു, ഞങ്ങൾക്ക് ഒരുമിച്ച് വേണം എല്ലാ കാര്യങ്ങളും ഒന്നിച്ചൊരു റിയാലിറ്റി ഷോ ചെയ്യുമ്പോ, ഞാനും ഡിംപിളും കൂടെ ചെയ്യുമ്പോ എപ്പോഴും ഇങ്ങനെ ഓരോ പുതിയ ഐറ്റംസുകളുടെ മേക്കപ്പ് ബോക്സിലാണെങ്കിലും ഈ ഡ്രസ്സിലാണെങ്കിലും ഷൂവിലോട്ട് എല്ലാം ഇങ്ങനെ പുതിയ സംഭവങ്ങൾ കാണും. അപ്പൊ ഞാൻ ചോദിക്കും, ഇതാ ഇവിടുന്ന് വാങ്ങിച്ചത്, ഇത് ചേട്ടൻ വാങ്ങി തന്നതാ പറയും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഭയങ്കര ലക്കി സിസ്റ്ററാണ്. ഇപ്പൊ ആരാണ് ശരിക്കും ലക്കി? ബിക്കോസ് ഒരാൾക്ക് ബ്രദറുമായിട്ടും കിട്ടി, ഒരാൾക്ക് ഹസ്ബൻഡായിട്ടും കിട്ടി. നിങ്ങൾ എല്ലാരും ലക്കിയാണ്. ബിക്കോസ് ആൻസിനെ പോലെ ഒരു ബ്രദർ രണ്ടുപേരും ലക്കിയാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു, ഒരുമിച്ച് വേണം. അപ്പൊ ഡാഡിക്കായാലും മമ്മിക്കായാലും അത് ചെറുപ്പം മുതലേ രണ്ടാളുടെ ഒന്നിച്ചതുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഫസ്റ്റ് ഇപ്പൊ ഡോൺ ചേട്ടന്റെ അന്വേഷിച്ചു, അങ്ങനെ എൻഗേജ്മെന്റ് കഴിച്ചിട്ടു, അല്ല ഫിക്സേഷൻ കഴിച്ചിട്ടു. എന്നിട്ടാണ് എന്റെ ആലോചിക്കുന്നത്. അപ്പൊ അപ്പോഴും നമ്മൾ കല്യാണം ആലോചിക്കുമ്പോഴും ആദ്യമേ പറയും, ഇങ്ങനെ ഒന്നിച്ചാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാറുള്ളൂ. ഇപ്പൊ പെണ്ണ് കാണാൻ വന്നപ്പോഴായാലും പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒന്നിച്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതിന് വലിയ ഒരു മതി, അങ്ങനെയായിരുന്നു. ആ ഒരു കാര്യം 100%. യൂഷ്വലി ആൾക്കാരോട് കല്യാണത്തിന് എന്തൊക്കെയാ എക്സ്പെക്ടേഷൻസ് എന്ന് വെച്ചാൽ അവര് പറയും നല്ല ജോലി വേണം, അല്ലെങ്കിൽ ഇങ്ങനെ വേണം, അങ്ങനെ വേണം. ഇത് നിങ്ങളുടെ ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എൻഗേജ്മെന്റ് ഒരുമിച്ച് നടത്തായിരിക്കണം. എനിക്ക് ഞങ്ങൾ ആദ്യം വെഡിങ് വിചാരിച്ചത്, പക്ഷെ അവിടെ ഒരു ആൺകുട്ടികൾ ഇവിടെ ഒരു പെൺകുട്ടികളായിരുന്നു. ഞങ്ങളത് മാറ്റി പെട്രോൾ ഒരുമിച്ചാക്കി. അങ്ങനെ തൃശ്ശൂരത്തെ ഫംഗ്ഷൻ ഒറ്റതില് ആൻസൺ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചപ്പോ എന്താണ് ആൻസനൊക്കെ തോന്നിയത്? ബിക്കോസ് യൂഷ്വലി ഒരു ഇങ്ങനെയൊന്നും ആൾക്കാർ ചോദിക്കാറില്ല. ആൻഡ് ഇങ്ങനെ റെയർ ആണ് ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും ഒക്കെ ബിട്രോത്തിൽ ഒരുമിച്ച് നടക്കുക എന്നുള്ളത്. ആൻസണിന് എന്തായിരുന്നു മനസ്സിലപ്പം തോന്നിയത്? അന്ന് ഇത്രയും പരിചയമില്ലല്ലോ ഇവരെ. ആദ്യം ആലോചിച്ചു, കുറച്ചാൾ ആലോചിച്ചു. അത് കഴിഞ്ഞ് നോക്കിയ പിന്നെന്താ, എന്തായാലും ഒരു ആരും കാണാത്തൊരു സംഭവല്ലേ, അവിടെ കയറ്റിക്കോട്ടെ എന്ന് വെച്ചു. എന്ത് കാണാത്ത സംഭവം? ഇതേപോലെ ഒരുമിച്ച് കിടക്കുന്നത്. അപ്പൊ അന്നും ഞങ്ങൾ പറയുമായിരുന്നു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് വേണം. അങ്ങനെയാണ് ഇപ്പൊ ബെഡ്റൂമില് കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻ ഒരു പാറ്റേണിലായിരുന്നു ചെയ്തത്. അപ്പൊ അതൊക്കെ നമ്മളെ കല്യാണം ഒപ്പിക്കുന്നതിന് മുൻപേ നമ്മള് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ് എന്താ പറയാ പ്രാവർത്തികമായത്. ഇപ്പോഴാണെങ്കിലും നിങ്ങൾ ശരിക്കും 4 പേരും ഒരേപോലെ ഡ്രസ്ഡ് ആണ്. ഇത് പ്ലാൻഡ് ആയിരുന്നോ? കാഷ്വലില് പുറത്ത് പോയാൽ കൂടെ, കാഷ്വൽ സ്റ്റൈല് പുറത്ത് പോയാൽ കൂടെ ഡ്രസ് കോഡ്, കളർ കോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രസ് കോഡ് ഉണ്ടാവും. അതിപ്പം കല്യാണത്തിന് മുൻപായാലും ഞാനും ചേട്ടനും എപ്പോഴും ട്വിൻസ് പോലെ നടക്കാറ്. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് ഒരേ കോസ്റ്റ്യൂം യൂസ് ചെയ്യാറ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ എക്സ്ട്രാ 2 ആളും കൂടി വന്നു, അത്രേ ഉള്ളൂ. യൂഷ്വലി നമ്മള് ട്വിൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ട്വിൻ കപ്പിൾസ് പോലെയാണ് 4 പേരും എപ്പോഴും. മമ്മിയും ഡാഡിയും ഉണ്ടാവാറുണ്ട് കേട്ടോ അവര് ഭയങ്കര എന്താ പറയാ ഫോർവേഡ് തിങ്കിങ് ആൾക്കാരാണ് അല്ലേ? ഇപ്പത്തെ എന്നുള്ളൊരു ഇത് പറയാറില്ല. എന്തുണ്ടെങ്കിലും ഓക്കെ നല്ലോണം ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് അതനുസരിച്ച് മൂവ് ചെയ്യാം. ഞാനും ചേട്ടനും ഇങ്ങനെ പറയുന്നു, അതില് പോസിറ്റീവ്സ് കണ്ട് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ്സ് ആണ്. അത് ഭയങ്കര ഒരു ഭാഗ്യല്ലേ. ഏതായാലും പറഞ്ഞതുപോലെ ബെഡ്റൂമിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്, കുറച്ചും കൂടെ അറിയാനുണ്ട്. സോ ആദ്യം തന്നെ ഒരു ഈ ബെഡ്റൂമിൽ ആൻഡ് ഹൽദി ഫംഗ്ഷൻ ഇത് രണ്ടും നടന്നത് തൃശ്ശൂരാണ്. സോ ഹൽദി ഫംഗ്ഷനെ കുറിച്ച് പറയൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനൊരു തീം ഉണ്ടായിരുന്നു, ഒരു കളർ തീമും ഉണ്ടായിരുന്നു. സോ അതിനെ കുറിച്ചിട്ട് ആദ്യം പിങ്കി പറഞ്ഞോളൂ.
ഞങ്ങളുടെ കളർ തീം ആരുടെ ഐഡിയ ആയിരുന്നു ഇത്? ഈ ഒരു ഒന്നിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതിപ്പോ ഞങ്ങളിപ്പോ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഈ വട്ടമേശ സമ്മേളനം പോലെ ഒരു ഇരിപ്പുണ്ട്. എന്നിട്ട് അത് ഓരോന്നും ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് എല്ലാവരുടെയും കൂടെ ഒപ്പീനിയൻ കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആരുടെയും ഒരാളുടെ മാത്രമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല, ഇത് എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. ഞങ്ങളുടെ ഹൽദിയുടെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ ആൻഡ് പിങ്ക് മജന്ത. ഓക്കെ, നല്ല ഭംഗിയുള്ള യെല്ലോ കളർ കോസ്റ്റ്യൂംസ് ആയിരുന്നു. സോ എങ്ങനെയാണ് കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തത്? ആരാണ് ചെയ്തത്? എവിടെയാ തുന്നിച്ചത്? അതിന്റെ വിശേഷം. കോസ്റ്റ്യൂം ഡിസൈനിങ് ഞങ്ങൾ രണ്ടുപേര് തന്നെ ആയിരുന്നു. മറാഠി സ്റ്റൈൽ ചെയ്യാന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങളുടെ പേഴ്സണൽ ഡിസൈനർ ഉണ്ട് അരുൺ ചേട്ടനായിരുന്നു നമ്മുടെ എല്ലാ കോസ്റ്റ്യൂമും. ഇപ്പം ഹൽദി തൊട്ട് പിങ്കിയുടെ കല്യാണം വരെ എല്ലാം നമ്മുടെ എല്ലാം ചെയ്തിട്ടുള്ളത് അരുൺ ചേട്ടനാണ്. ചേട്ടന്മാരുടെ ഡ്രസ്സ് ഞങ്ങൾ രണ്ടുപേരും ചൂസ് ചെയ്ത ഒരു പാറ്റേൺ ആയിരുന്നു. അതായത് യെല്ലോ ജുബ്ബയും രാജമാണിക്യം പക്ഷെ ഭയങ്കര പ്രത്യേകമായ ഒരു കോമ്പിനേഷൻ. ഇവിടെ സമ്മതിക്കാൻ ഭയങ്കര പാടായിരുന്നു. എടുക്കില്ല എന്നുള്ളൊരു പക്ഷെ സമ്മതിക്കില്ല, അത് എടുത്തിട്ട് കയറിയാ മതി എന്ന് പറഞ്ഞു. ഇവര് രണ്ടുപേരും കൂടെ ഭയങ്കര ഒരു സ്ട്രോങ് ടീം. സോ നിങ്ങളുടെ മഞ്ഞ കളറിലുള്ള സാരി അല്ല, മറാഠി സ്റ്റൈലോ? ഓക്കെ. ആൻഡ് നിങ്ങളുടെ മഞ്ഞ ജുബ്ബ മജന്ത മുണ്ട്. ആരെങ്കിലും കോംപ്ലിമെന്റ്സ് പറഞ്ഞു? അത് ഞാൻ നോർമലി മുണ്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി ട്രൗസേഴ്സ് കൂടുതൽ യൂസ് ചെയ്യാറ്. എല്ലാവരും ചോദിച്ചത് എനിക്ക് മുണ്ടെടുത്ത് നിൽക്കാൻ പറ്റുമോ ചോദിച്ചു. കുഴപ്പമുണ്ടായില്ല, ബെൽറ്റ് ഉള്ള കാരണം കെട്ടി നിന്നു. എല്ലാരും ചോദിച്ചു ഉടുത്ത് കളിക്കാൻ പറ്റും. പിന്നെ കുഴപ്പമുണ്ടായില്ല, പിന്നെ ആവശ്യം വരുമ്പോൾ ഉടുത്തല്ലേ പറ്റുള്ളൂ. അക്സെപ്റ്റ് ചെയ്തില്ല. ഞങ്ങൾ ഇങ്ങനെ ഇടും എന്നുള്ള ഒരു പ്ലാൻ ചെയ്ത് അവർക്ക് അറിയാം, മനസ്സിലായില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ ഇപ്പം കോസ്റ്റ്യൂമിൽ മാത്രമല്ല, പക്ഷെ മേക്കപ്പ് ആൻഡ് ഹെയറും നല്ല ഒരു പ്രത്യേക രീതിയിലായിരുന്നു ചെയ്തേക്കുന്നത്. അതൊക്കെ ആരുടെ ഐഡിയാസ് ആയിരുന്നു? അത് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് എന്ത് ചെയ്താണെങ്കിലും ഒരുപോലെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപോലെ ചെയ്തു വരുമ്പോ ഏതാണോ ഭംഗി അത് ഞങ്ങള് അപ്പൊ ആ സമയത്ത് നിങ്ങൾ ട്രയൽ ചെയ്ത് അപ്പൊ തന്നെ ഡിസൈഡ് ചെയ്യാം. ഫസ്റ്റ് ഞങ്ങൾ എന്താ പറയാ, ഞങ്ങൾ അതിനകത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒന്നിച്ചൊരു ഡാൻസ് ഇൻട്രൊഡക്ഷൻ ഡാൻസ്, ഗുജറാത്തി ഡാൻസ്, അങ്ങനെ നമ്മളായിരുന്നു. എങ്ങനെയൊക്കെ വേണം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്ത് കോസ്റ്റ്യൂം വേണം അല്ലെങ്കിൽ എന്ത് ഡാൻസ് ചെയ്യണം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അവസാനമാണ് ഞങ്ങൾ ലാവണി സ്റ്റൈലിലേക്ക്, അതുപോലെ മറാഠി സ്റ്റൈൽ കോസ്റ്റ്യൂം, പിന്നെ അതിൽ ഒരു ബിങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസ്, ബജ്റാവോ മസ്താനിയിലെ ആ സോങ് ഞങ്ങൾ ഒന്നിച്ച് ചെയ്തു. പിന്നെ ഡിംപിളിന്റെ നാത്തൂനുണ്ടല്ലോ ആഷി, പുള്ളിക്കാരിയായിട്ട് ഞങ്ങളൊരു മൂന്നാളും കൂടിയിട്ട് ഒരു ഡാൻസ് ചെയ്തു. പിന്നെ ഒരുവിധം എന്താ പറയാ ഗുജറാത്തി ഡാൻസ് ഉണ്ടായിരുന്നു, രാജസ്ഥാനി, മറാഠി, അങ്ങനെ ഒരുവിധം എല്ലാത്തരം നോർത്ത് സൈഡ് മൊത്തം കവർ ചെയ്തിട്ടുള്ള എല്ലാ ആർട്ട് ഫോംസും ഉണ്ടായിരുന്നു. ലൈവ് ഡിജെ ഉണ്ടായിരുന്നു, ദാണ്ടിയ ഉണ്ടായിരുന്നു. സ്വയംവരം 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 സ്വയംവരം.
ഡാൻസ് ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് എത്രത്തോളം ലാസ്റ്റ് മിനിറ്റ് ഡിസൈഡ് ചെയ്താലും ഡാൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു പ്രിപ്പറേഷൻസ് വേണം, എസ്പെഷ്യലി ഇത്രയും ഗസ്റ്റുകൾ വരുന്ന സമയത്ത്. സോ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? അതിന്റെ ഒരു ആ ഒരു സ്പിരിറ്റ്സ് ഒന്ന് തിരിച്ചൊന്ന് കൊണ്ടുവരാം, മെമ്മറീസ് ഒന്ന് കൊണ്ടുവരാം. അതും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ തന്നെയായിരുന്നു. പാട്ടൊക്കെ ചൂസ് ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ റിഹേഴ്സൽ എന്ന് പറയുന്നത് ഒരു ദിവസം മുന്നേ അതെ 21st ആയിരുന്നു ഹൽദി, 19th റിഹേഴ്സൽ ചെയ്തത്. അത് എനിക്കിപ്പോ പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ഡിംപിൾ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ഞങ്ങള് ഒന്നിച്ച് കമ്പോസ് ചെയ്ത് നിങ്ങൾ തന്നെ കമ്പോസ് കൊറിയോഗ്രാഫി ചെയ്തു. അത് ശരി. അതിന്റെ ഷോപ്പിംഗ് കീപ്പിംഗ് അതെ അങ്ങനത്തെ കാര്യങ്ങൾ അതെ ഒരു എല്ലാം കൂടെ ഒരു ഉത്സവമായിരുന്നു. തീർച്ചയായും ആ ഒരു 2 മാസം എന്ന് പറഞ്ഞാൽ അതൊരു ഉത്സവം തന്നെയായിരുന്നു. ആൻസൺ, പിങ്കി, ഡോൺ ഇവരുടെ കല്യാണ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്.